ദേവു 3-4 തേങ്ങ ഇനിയും വേണം, വേഗം പൊതിച്ചോണ്ട് വാ. നീ എവിടെ ഇരിക്കടി, തന്നെ താൻ പൊതിക്കട്ടെ. എന്നെ വഴക്ക് പറയും. ഓ അത് ഞാൻ നോക്കിക്കോളാം. നീ ഇവിടെ ചുമ്മാ ഇരിക്കുന്നല്ലോ വഴക്ക് പറയാ. നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ? ഇത് കഴിയട്ടെ. ചേച്ചേ, നാരായണേട്ടൻ പറഞ്ഞു പ്രഥമന്റെ പരിപ്പ് നല്ലോണം മൂപ്പിക്കണമെന്ന്. എങ്കി അങ്ങേരോട് ഇങ്ങോട്ട് വന്ന് മൂപ്പിക്കാൻ പറ. മൂപ്പരോടെ ഭയങ്കര തിരക്കില്ല. എനിക്കറിയാം എത്രത്തോളം മൂപ്പിക്കണമെന്ന്. ആ പിന്നെ പാമ്പട പുളിശ്ശേരിയിൽ കടു വറുത്തിടണ്ട. പിന്നെ എന്നാ വറുത്തിടണ്ടേ? മൂപ്പര് പറഞ്ഞതാ. അങ്ങയുടെ ഉപദേശം ഹോട്ടലിലെ ജോലിക്കാരോട് പറഞ്ഞാൽ മതി എന്ന് പറ. അയ്യോ, ഇത് മീൻകറിക്കാണോ? അതെ. മിക്സിയിൽ അരച്ച തേങ്ങ മുരളിക്ക് ഇഷ്ടമല്ല. മിക്സിയിൽ അരച്ചെന്ന് ഇവിടെ ഇപ്പൊ ബോർഡ് വെക്കാൻ പോവാ. എങ്കിലും അതല്ലല്ലോ, അവൻ വലിയേട്ടന് പ്രത്യേകം എഴുതിയിട്ടുള്ളതാ. ഈ നാടൻ അമ്മി വെച്ച് അരച്ച തേങ്ങ കൊണ്ടുണ്ടാക്കിയ കറിക്ക് സ്വാദൊന്നു വേറെയാണെന്ന്. 7 കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന കുട്ടിയുടെ ആഗ്രഹം നമ്മളായാലും ഇതിപ്പോ മിക്സിയിൽ ഇട്ട് പോയി. ചേച്ചി, where's my pencil box? Are you coming or not? It's getting late. ചേച്ചി, 1 second. മമ്മി, എന്താ മോളെ? പോവാട്ടോ. സ്കൂള് വിട്ടാ നേരെ ഇങ്ങോട്ട് പോന്നേക്കണം കേട്ടോ. മമ്മിയുടെ പെൻസിൽ ബോക്സ് കാണില്ല. ഈശ്വര, ഈ കുട്ടികൾ വരുന്നില്ലേ? പോവാം. എടാ നീ ഇന്ന് പോണ്ട. നിന്റെ ചെറിയച്ചൻ വന്നോണ്ടെ ബാബുമോൻ എന്തെന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും? ഒരു ദിവസത്തെ പഠിത്തം പൊക്കോട്ടെ. ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ മമ്മി? ഓ, സ്പെഷ്യൽ ക്ലാസ് നാളെയും കാണുമല്ലോ. മുരളി പോകുമ്പോ നിനക്ക് 2 വയസ്സാ. ഓരോ കത്തിലും അവൻ എഴുതി ചോദിക്കും ബാബുമോന്റെ കൈ വളർന്നോ കാല് വളർന്നോന്ന്. അവൻ വരുമ്പോ നിന്നെ കണ്ടില്ലെങ്കിലേ അവന്റെ മനസ്സ് വിഷമിക്കും. എന്റെ മക്കളൊന്നും പോണ്ട. എന്നാ പിന്നെ നിങ്ങളും പോകണ്ട. 24 മണിക്കൂറും അവൻ നിന്നെ മുതുകിലേറ്റി ആന കളിച്ചിരുന്നതൊക്കെ അങ്ങ് മറന്നുപോയോ? നീ ഉണ്ടായ പിന്നെ ഇവിടെ മറ്റുള്ളവര് പ്രസവിച്ചത്. നിന്നെ കണ്ടില്ലെങ്കിലേ അവൻ എന്നോട് ചോദിക്കും. കേറി വടി. താനേ നാളെ വന്നാ മതി. മമ്മി എക്സാം എടുത്തു. എക്സാം എടുക്കട്ടെടി, കേറി പോകാനല്ലേ പറഞ്ഞത്. വാ വാ വാ. നിങ്ങൾ ഇരിക്കേ. ശരി. ശാന്തേ, അവൻ വന്നിട്ടില്ലല്ലോ. ഉച്ചയ്ക്ക് മുമ്പ് എത്തുന്നല്ലേ കമ്പി? ഉച്ചയായോ? എന്ത് തോന്നുന്നു? ഉച്ചയായിട്ടില്ലാന്ന് തോന്നുന്നു. എന്നാ ആയിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ അബ്കാരി പാർദേശത്ത് പുറത്തിരിക്കുന്നുണ്ട്. കടുപ്പത്തിൽ 3 കപ്പ് ചായ ഇട്. ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ലേ? അബ്കാരിയും കിക്കാരി. ഒരു ജീപ്പുണ്ടെന്ന് വെച്ച തലങ്ങും വിലങ്ങും കിടന്ന് ഓട്ടവാ. ഇന്ന സമയമൊന്നുമില്ല. ചായ, ചോറ്. കുമാരേട്ടൻ വിളിച്ചിട്ടാ അവര് വരുന്നത്. സണ്ണി ലൂക്കോസും ജോണി പാറക്കാടനും കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത വീട്ടിലൊന്നുമല്ല. പേരൊക്കെ ഗംഭീരവാ. പിന്നിപ്പോ എന്താ കുഴപ്പം? അവരെ ആപ്പോളൊന്നുമല്ല, റേഞ്ച് പിടിക്കുന്നവരാ. ഈ റേഞ്ച് എന്ന് വെച്ചാ സിംഹം കരടിയൊന്നും അല്ലല്ലോ.